ഹലോ കൂട്ടുകാരെ, ക്ലാസ് 7 2024-2025 ആനുവൽ എക്സാമിൻ്റെ ഇംഗ്ലീഷ് മോഡൽ എക്സാം പേപ്പറാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 1. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോയിങ്. ഇത് കഥ വായിച്ച് ക്വസ്റ്റ്യനിലെ ഉത്തരം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കിയാലോ. Sarah always carried the small warm teddy bear in back box. It was missing on ice. Some of it were the train, but the were most prized possessions his had given in her when the baby. He called Patches, and it had been in the nickname for his too, because she always had been to play outside. He passed away a few years again, and Patches was the only thing she had left of his. Some things when feel sad, she could reaches into the backpack and hold the beer of the soft family's fun away from home fence. His playful smile, because was just a toy. It was a piece of her dad. ഓക്കെ, നമുക്ക് ഈ ഒരു കഥ മൊത്തം വായിച്ചല്ലോ. നമുക്ക് ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഐറ്റം ഡസ് സാറ keep as the memory of his dad? സാറയുടെ കയ്യിൽ ഏത് ഡാഡിനെ ഓർമ്മിപ്പിക്കാനുള്ള സാധനമാണുള്ളത്? എ ഫോട്ടോഗ്രാഫ്, ബി എ ടെഡി ബെയർ. ബി ആണല്ലേ ശരി ഉത്തരം. ബി എ ടെഡി ബെയർ. ടെഡി ബെയറിനെ ആയിരുന്നു അവൾക്ക് ഓർക്കാനുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം. വാട്ട് വാസ് ദ പാഡി ബെയർ നെയിം? ആ ഒരു ബിയറിൻ്റെ നെയിം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാഡി, പെച്ചേഴ്സ് ആണ് ശരി ഉത്തരം. എന്നാൽ പെച്ചേഴ്സ് ആണ്, ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. What did Sarah's dad call her Patches? അവളെ അങ്ങനെ വിളിക്കാൻ എന്താണ് കാരണം? എന്താണ്? Because she likes to say Patches on her clothes. അവളുടെ പെച്ചേഴ്സിൻ്റെ ഡ്രസ്സിനെ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. Because always had been to be. അവളുടെ ഹൃദയത്തിൽ നിന്നുമാണ് അവളെ ഇഷ്ടപ്പെട്ടിരുന്നത്. രണ്ടാമത്തതാണ് ശരി ഉത്തരം. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് നാലാമത്തത്. How does Sarah feel about the Paddy bear? അവൾ എങ്ങനെയായിരുന്നു ആ ഒരു ടെഡി ബെയർ കിട്ടിയിരുന്നത്? Enioder, be indifferent, price and comfort എന്നായിരുന്നു ശരിയായ ഉത്തരം. പ്രൈസ് ആൻഡ് കംഫർട്ട്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ പാഡി വെയർ സിംബോളിങ് ഫോർ സറ? ഒന്നാമത്തത് എ ടോയ്, എ പീസ് ഓഫ് ഹെർ ഡാഡ്. ബി ആണ് എ പീസ് ഓഫ് എ ഡാഡ്.
ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ചു. അടുത്ത ആക്ടിവിറ്റി 2 ഒരു ടെലിഫോൺ കോൺവെർസേഷനാണ്. അതൊരു പാർട്ട് 2വുമായി കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. പാർട്ട് 2വുമായി കാണാവുന്നവരെ ഗുഡ് ബൈ.